ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ, അതുപോലെ SIOവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, സദസ്സിലും വേദിയിലുമുള്ള എൻ്റെ മറ്റ് സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും, ഫലസ്തീനിൽ ഒക്ടോബർ 7 ശേഷം നടന്ന ആദ്യഘട്ടത്തിൽ ആക്രമണങ്ങൾ വാർത്താമൂല്യങ്ങളുള്ള പരിപാടിയായി തുടങ്ങിയതിന് ശേഷം അതിന് വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോൾ ഫലസ്തീനിലെ കൊലപാതകങ്ങളും വംശഹത്യകളും വാർത്താമൂല്യങ്ങളില്ലാത്ത സാധാരണ സംഭവങ്ങളായി ചുരുക്കപ്പെടുമ്പോൾ ഈ കണ്ണൂരിൻ്റെ തെരുവിൽ ഫലസ്തീനെക്കുറിച്ച് ഓർമ്മകളെ വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന ഉജ്ജ്വലമായ രാഷ്ട്രീയവും ആത്മീയവുമായ ഒരു കർത്തവ്യമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നിർവഹിക്കുന്നത്. അതിനെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തൻ്റെ തലയിലേക്ക് ഇടിത്തീ പോലെ വന്നു വീഴുന്ന മിസൈലുകളിൽ തൻ്റെ വീടിൻ്റെ മുകളിലേക്ക്, തൻ്റെ ഗ്രാമത്തിലേക്ക്, തൻ്റെ സ്ട്രീറ്റിലേക്ക് ഓരോ നിമിഷവും വന്നു വീണുകൊണ്ടിരിക്കുന്ന ബോംബുകളുടെയും മിസൈലുകളുടെയും പ്രകമ്പനങ്ങൾക്കിടയിൽ കണ്ണു തുറിച്ച് ശരീരമാകം പൊടിപടലങ്ങളുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. 2 ദിവസം മുമ്പ് ഫലസ്തീനിലെ ഒരു ജേർണലിസ്റ്റ് പങ്കുവച്ച ചിത്രം, ഒരു ജേർണലിസ്റ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഇറച്ചി തൂങ്ങിയാടി നിൽക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഇറച്ചി തൂങ്ങിയാടി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഗസയിൽ നിൽക്കുന്ന സമയത്ത് മിസൈൽ ആക്രമണത്തിൽ തൻ്റെ സഹോദരൻ കൊല്ലപ്പെടുകയും തൻ്റെ സഹോദരൻ്റെ ഇറച്ചി, പച്ചമണമുള്ള ഇറച്ചി തൻ്റെ ചുമലിലേക്ക് തെറിച്ചു വീണ് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ ചിത്രം 2 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം, ഈ മുന്നിൽ വച്ചിരിക്കുന്ന മയ്യത്തുകൾ പ്രതീകാത്മകമാണ്. പക്ഷേ ഗസയിലെ മയ്യത്തുകൾ ഓരോ നിമിഷവും യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ ദിവസവും അല്ല, ഓരോ മിനിറ്റുകളും മയ്യത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം മക്കളെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞേക്കുന്ന ഉമ്മ, ആ മക്കൾ അള്ളാഹുവിലേക്ക് യാത്രയായതിനു ശേഷം ആ മയ്യത്തിൻ്റെ മുകളിൽ ഉമ്മ വെച്ചുകൊണ്ട് കബറടക്കുന്ന ഫലസ്തീനിലെ ഉമ്മമാരെ നമ്മൾ സമകാലികമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതിൻ്റെ ഒരു ചരിത്രപരമായ കാരണം എന്താണ്? ഇതിൻ്റെ ഒരു ആത്മീയമായ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. റബീഉൽ അവ്വലിൽ നമ്മൾ ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുകയാണ്. എങ്ങനെയാണ് റസൂലിനെ ഒരു വിശ്വാസി ഓർക്കേണ്ടത്? റസൂലിനോടുള്ള ഹുബ്ബും മിഷ്കും ഒരു വിശ്വാസി പ്രകടിപ്പിക്കേണ്ടത് നമുക്കറിയാം. ഇത്തിബാഉ സുന്നയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാണ്. എന്താണ് ഇത്തിബാഉ സുന്ന എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ റസൂൽ എങ്ങനെയാണോ നിന്നത് അതുപോലെ നിൽക്കലാണ്. ഞാൻ നമസ്കരിക്കുമ്പോൾ റസൂൽ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കലാണ്. ഞാൻ വുളൂവെടുക്കുമ്പോൾ, പല്ല് തേക്കുമ്പോൾ, നടക്കുമ്പോൾ, തുപ്പുമ്പോൾ, നഖം വെട്ടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യലിനാണ് നമ്മൾ ഇത്തിബാഉ സുന്ന എന്ന് പറയുക. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എങ്കിൽ അവിടെ നിങ്ങളൊന്ന് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഒരു വംശഹത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവുമായിരുന്നു ചെയ്യുക? അതാണോ ഇന്ന് ലോകത്തെ മുസ്ലിം ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണോ ഇന്ന് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഹുബ്ബു റസൂലിനെ കുറിച്ചും ഇത്തിബാഉ സുന്നയെ കുറിച്ചും ആലോചിക്കണം എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇറച്ചി ചെതറിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ചോര നീർച്ചാലുകളായിക്കൊണ്ടല്ല
പുഴകളായി കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ മക്കൾ യതീമുകളായിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ സ്ത്രീകൾ വിധവകളായിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇത്തിബാഉ സുന്ന ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ തിരു ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അധർമ്മങ്ങളോട്, അനീതികളോട് പെരുമാറിയത് എന്നതിൻ്റെ മാതൃക വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ബദറിൻ്റെ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പീഡനങ്ങൾ, യാതനകൾ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സഹാബെ കിറാമിനോട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു യുദ്ധത്തിന് അനുമതി കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു സൂക്തമുണ്ട്. ഉദിന, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് യുഖാത്തിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് പൊരുതാൻ, യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. അവിടെ എന്താണ് പരിശുദ്ധ ഖുർആൻ കാരണം പറഞ്ഞത്? നിങ്ങളുടെ വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നിരപരാധികളായിക്കൊണ്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്തത് ഒരൊറ്റ തെറ്റു മാത്രമാണ്. എന്താണ് ആ തെറ്റ്? നിങ്ങൾ മുസ്ലിമാണ് എന്ന് സാക്ഷ്യം വഹിച്ചു. നിങ്ങൾ മുസ്ലിമാണെന്ന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അന്യായമായി കൊല്ലപ്പെടുകയും നിങ്ങളുടെ ഭവനങ്ങൾ തകർക്കപ്പെടുകയും നിങ്ങൾ വഴിയോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് ബദറിൻ്റെ സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഈ ഓരോ കാരണങ്ങൾ എടുത്തു നോക്കുക. ഓരോ കാരണങ്ങൾ: ഭവനങ്ങൾ തകർക്കുന്നത്, അന്യായമായി കൊല ചെയ്യുന്നത്, വഴിയരികിലേക്ക് അവരെ തള്ളിവിടുന്നത്, അവരെ അവഹേളിക്കുന്നത്, ഡീഹ്യൂമനൈസ് ചെയ്യുന്നത്. ഏതാണ് നിങ്ങൾക്ക് ഫലസ്തീനിൽ കാണാതിരിക്കാൻ കഴിയുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ചോദ്യം. ഫലസ്തീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഒരു വിശ്വാസിനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരീരം പോലെ ബന്ധം. ഒരു ഭാഗത്ത് മുറിപ്പെട്ടാൽ ശരീരം മുഴുവൻ പനിക്കുന്ന ബന്ധം. കെട്ടിടം പോലെയുള്ള ബന്ധം. ഒരു ഭാഗത്തിടിവ് സംഭവിച്ചാൽ മുഴുവൻ വിറക്കുന്ന ബന്ധം. ഫലസ്തീനിൽ ചിതറിത്തെറിക്കുന്ന വിശ്വാസി നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഹുബ്ബുർ റസൂലിനെ കുറിച്ച്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഇത്തിബാഉ സുന്നയെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരുടെ നിങ്ങളുടെ നെഞ്ച് കലങ്ങും. കണ്ണ് കലങ്ങി കണ്ണീരൊഴുകാതിരിക്കാൻ നിങ്ങൾക്ക് തരമില്ല എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നെയും നിങ്ങളെയും ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഫലസ്തീനിനെ മുന്നിൽ വെച്ചുകൊണ്ട്, ഗസയെ മുന്നിൽ വെച്ചുകൊണ്ട് ഹുബ്ബുർ റസൂലിനെ കുറിച്ച്, ഇത്തിബാഉ സുന്നയെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ഓർക്കുകയും നമ്മൾ ആത്മപരിശോധന നടത്തുകയും ചെയ്യണം എന്നാണ് സയ്യോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസനയുണ്ട്. എല്ലാ റബീഉൽ അവ്വലിലും നമ്മളത് പാരായണം ചെയ്യുന്നു. എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മളത് ആവർത്തിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഉസ്വത്തുൻ ഹസന റസൂലുള്ളാഹിയിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്? അതേതെങ്കിലും വസന്തകാലത്തെ സന്ദേശമല്ല, അതേതെങ്കിലും മണിമാളികകളിലെ സന്ദേശമല്ല, അതേതെങ്കിലും ആത്മീയമായ ഗേഹങ്ങളിലെ സന്ദേശമല്ല, ഏതെങ്കിലും മണിമാളികകളിൽ വിശ്രമിക്കുന്ന പ്രവാചകനെ നോക്കിക്കൊണ്ടല്ല അള്ളാഹു പറയുന്നത്. ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട്. മറിച്ചെവിടെയാണ്? അഹ്സാബിലാണ്. സൂറ അഹ്സാബിൽ ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ വിശന്ന് വലഞ്ഞ് വയറ്റിൽ കല്ല് വെച്ച് കൊട്ടിക്കൊണ്ട് കിടങ്ങ് കൊത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട്. നിങ്ങൾ ഓർക്കണം, ഷഹീദ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെടുമ്പോൾ യഹ്യാ സിൻവാർ നമ്മൾ അദ്ദേഹത്തിന്റെ വിഷ്വലുകൾ ഈ ഗസയിലെ ടണലുകളിൽ നിന്ന് കാണുമ്പോൾ എവിടെയാണ് ഉസ്വത്തുൻ ഹസനെ നമ്മൾ നോക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സയ്യോ പറയുന്നത്, ഫലസ്തീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൊറാലിറ്റി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയല്ല, നിങ്ങൾക്കല്പം സഹതാപമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു വേദിയല്ല ഫലസ്തീനും ഗസയും. മറിച്ച് നിങ്ങൾക്ക് ആത്മപരിശോധന നടത്താനുള്ള, നിങ്ങൾ ഇരുത്തി ആത്മപരിശോധന ചെയ്യേണ്ടുന്ന വ്യക്തി എന്ന നിലയിലും ഉമ്മത്ത് എന്ന നിലയിലും രാഷ്ട്രീയ ബോധ്യമുള്ളവരെന്ന നിലയിലും ഓരോ മനുഷ്യനും ആത്മപരിശോധന നടത്തേണ്ടുന്ന വിഷയമാണ് ഫിലസ്തീൻ, ഖളിയത്ത് ഫിലസ്തീൻ എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ വിഷയമല്ല, ഈ മഴ പെയ്യുന്നത് പോലെ ഉണ്ടായ ഒരു പ്രശ്നമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്.
1800കളുടെ അവസാനത്തിൽ തിയോഡർ ഹെർസലിന്റെ നേതൃത്വത്തിലുള്ള സിയണിസ്റ്റ് ലോബികൾ അവർ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഹോളോകോസ്റ്റിന്റെ ഇരകളായ ആളുകൾക്ക് ഒരു ഹോം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഫലസ്തീൻ എന്ന് പറയാവുന്ന പ്രദേശമല്ലാത്ത പല പ്രദേശങ്ങളും അവരുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആരാണ് ഫലസ്തീനിൽ ഇസ്രയേൽ സ്ഥാപിച്ചത്? ആരാണ് ഫലസ്തീനിൽ ഇസ്രയേൽ സ്ഥാപിച്ചത്? 1917 ബാൽഫർ ഡിക്ലറേഷൻ. ആരാണ് ബാൽഫർ ഡിക്ലറേഷൻ നടത്തിയത്? ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? ആർക്കാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു ഫലസ്തീനിൽ ഇസ്രയേൽ വേണ്ടി വന്നത്? ഫ്രാൻസും ബ്രിട്ടനും അവിടെ ഫലസ്തീനിൽ ഒരു ഹോംലാൻഡ് ഫോർ ജൂസ് ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് ബാൽഫർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിൽ ഫലസ്തീനെ കൊണ്ടുവന്ന് അവിടെ നിർബന്ധിതമായ ജൂത കുടിയേറ്റങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഫ്രാൻസിനും ബ്രിട്ടനും ഫലസ്തീനിൽ, അറബ് ലാൻഡിൽ ഒരു ഇസ്രയേൽ വേണം എന്ന് താല്പര്യമുണ്ടാകാൻ കാരണം എന്താണ്? ഒട്ടോമൻ എംപയറിനെ അട്ടിമറിക്കാൻ വേണ്ടി ഷരീഫ് ഹുസൈനെ പോലെയുള്ള അറബ് നാഷണലിസ്റ്റ് ലോബികളെ സഹായത്തോടുകൂടി കൊളോണിയലിസ്റ്റുകൾ പണിയെടുക്കുകയും അവിടെ അറബ് ലാൻഡിൽ എന്തുകൊണ്ട് ഇസ്രയേൽ പണിയുകയും ചെയ്തു? അതാണ് ചോദ്യത്തിന്റെ മർമ്മം. ആ ചോദ്യത്തിന്റെ മർമ്മം നിങ്ങൾ തേടിപ്പോയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട്, അറബ് ലാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി ഒരു എംപയർ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയം കൂടിയാണ് ഇസ്രയേൽ എന്ന വിഷവിത്തിനെ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടനും ഫ്രാൻസും കൂടി നട്ടു നനച്ച് വളർത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോക രാഷ്ട്രീയത്തിൽ 2ാം ലോക യുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക ഒരു സൂപ്പർ പവറായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, 1948 ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും നിരന്തരമായ യുദ്ധങ്ങൾ അറബ് രാഷ്ട്രങ്ങളുമായിട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഈജിപ്താണ് അറബ് ലാൻഡിന്റെ അധിപൻ എന്ന് പറയുന്നത്. ഇന്ന് സൗദി ആണെങ്കിൽ അന്ന് ഈജിപ്താണ്. അവിടെ നിങ്ങൾക്കറിയാം, അൻവർ സാദാത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം സംഭവിക്കുന്നുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ വലിയ കോരിത്തരിക്കേണ്ട കാര്യമില്ല. അതേക്കുറിച്ച് താരീഖ് സുവൈദാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ അറബ് സൈനികൻ, അയാൾ വെച്ച വെടികൊണ്ട് അയാൾ മരിച്ചു. അതായത് ഞാൻ വെടിവെച്ചിട്ട് അപ്പുറത്തുള്ള ശത്രു അല്ല മരിച്ചത്, വെടി പിടിച്ച ആൾ മരിച്ചു. താരീഖ് സുവൈദാൻ പറയാണ്, അതായിരുന്നു അറബ് ഭരണാധികാരികളുടെ ആ യുദ്ധത്തിൽ ആത്മാർത്ഥത. പഴകിത്തുരുമ്പിച്ച യുദ്ധോപകരണങ്ങളുമായി അവർ ഇസ്രയേലുമായി യുദ്ധത്തിന് പോയി. 1967 പിന്നെ 6 ഡേ വാർ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധം. ആ യുദ്ധത്തിൽ അറബ് ലോകം പരാജയപ്പെടുകയും ഇസ്രയേൽ ഒരു വൻ ശക്തിയായി തീരുകയും ചെയ്തു. അത് നിർണായകമായ ഒരു കാലമാണ്. അതിനുശേഷമാണ് ഇസ്രയേലിൽ അതിനു മുമ്പുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ആയുധ നിർമ്മാണശാലകളെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രയേലിൽ ഉണ്ടാക്കുന്നത്. ഈ ചരിത്രം നമ്മൾ അറിയാതെ പോകരുത്. ഇസ്രയേലിൻ്റേത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് പറയുക. അഥവാ മിലിറ്ററി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കച്ചവട സ്ഥാപനമാണ്. ധാരാളമായി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് വരികയും നിരന്തരമായി ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ആ ആയുധങ്ങൾ ഫലസ്തീനികളുടെ ശരീരത്തിൽ പരീക്ഷിച്ച് ഇതാളുകളെ കൊല്ലാൻ കേമമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് ലോകത്തിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അതുമുതൽ സജീവമായി. അഥവാ ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടിയാണ് ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്ത് ആയുധങ്ങൾ വിൽക്കാനും നിർമ്മിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുമായിട്ട് എന്നാണ് ഇസ്രയേലിന് ബന്ധമുണ്ടാകുന്നത്? അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ എന്താണ്? ഇന്ത്യയുമായി ഇസ്രായേലിന് തുടക്കത്തിൽ ബന്ധമില്ല. സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഫലസ്തീൻ കോസിന്റെ കൂടെ നിന്നവരാണ്.
ഈ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ, സ്വകാര്യമായി സന്ദർശിക്കാൻ സയണിസ്റ്റ് ലോബിയുടെ ആളുകൾ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. കോൺസ്പിരസി അല്ല ഞാൻ പറയുന്നത്. സയണിസ്റ്റ് ലോബി സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തോട് ജൂതരാഷ്ട്രത്തെ പിന്തുണക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അന്ന് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു അതിന് സന്നദ്ധമാകുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ ധാർമ്മികതയായിരിക്കാം, അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ പിണക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും അതിന് തയ്യാറാകുന്നില്ല. പിന്നീട് രാജീവ് ഗാന്ധി ഭരണത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അത് കോൺഗ്രസിന്റെ ഏക പാർട്ടി സംവിധാനം വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെട്ടു ഇന്ത്യയിൽ. എന്ന് മാത്രമല്ല, പുതിയ രാഷ്ട്രീയ പാർട്ടികളും പുതിയ രാഷ്ട്രീയ സബ്ജക്റ്റുകളും ഉയർന്നു വന്നു. രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയെ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഉന്നതമായ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്ത്യക്ക് ചൈനയുമായിട്ടൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടികളുണ്ടായി. അന്നാണ് ഇസ്രയേലുമായി അനൗദ്യോഗികമായ ബന്ധങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് രാജീവ് ഗാന്ധിയാണ് ഇത് തുടങ്ങിയത് എന്നല്ല. പക്ഷേ ഇന്ത്യക്കന്നും ഇസ്രയേലുമായി നയതന്ത്രമായ ശത്രുതയാണ്, എതിർപ്പാണ്. പക്ഷെ നയതന്ത്രമായ ഒരു രാജ്യത്തോട് എതിർപ്പുണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് ആ രാജ്യത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയുക? അതാണ് ഇസ്രയേലിൻ്റെ ഘടന. ഇസ്രയേലുമായി നിങ്ങൾക്ക് രാഷ്ട്രീയ എതിർപ്പുണ്ടെങ്കിലും അവിടുന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയും. ആയുധങ്ങൾ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പോലെ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബെൻഗൂർസൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ളവരാണ്. വി ആർ ഫോർ പവർ. വെറും പവറല്ല, ലോകത്ത് പവറിന്, അധികാരത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ്. അഥവാ ഇസ്രയേൽ എന്ന് പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രമല്ല, അത് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന മദീന മുനവ്വറയോളം നീളുന്ന മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ വിഴുങ്ങാനുള്ള ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ കച്ചവടം ചെയ്യുകയും അതിനെ ഒരു ഇൻഡസ്ട്രി ആക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, മിലിറ്ററി വെപ്പൺസ്, സർവൈലൻസ് ഒരു രാജ്യത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ അവർ വരുന്നു. ലോകത്ത് മുതലാളിത്തം എല്ലാ മേഖലകളും വിഴുങ്ങുകയും ഒരു രാജ്യത്തിനും സ്വന്തമായി നിലനിൽക്കാൻ ശേഷിയില്ലാത്ത വിധം ഗ്ലോബൽ മാർക്കറ്റ് വികസിക്കുമ്പോൾ അതിലൂടെ ഇസ്രയേൽ വരുന്നു, അതിലൂടെ അമേരിക്ക വരുന്നു, അതിലൂടെ ഇസ്രയേൽ വരുന്നു. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഇസ്രയേലിനു വേണ്ടി ദല്ലാൾ പണിയെടുത്ത ഒരാളുണ്ട്. അയാളെയാണ് പിന്നീട് നിങ്ങൾക്ക് കാണാം സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന പിന്നീടുണ്ടായ BJP നേതാവ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് LK അദ്വാനി, അദ്ദേഹമാണ് ആദ്യമായി ഇസ്രയേല് സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക മന്ത്രി. അഥവാ രാജീവ് ഗാന്ധി താൽക്കാലികമായിട്ടൊരു സഹകരണം നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയാമെങ്കിൽ, പിന്നീട് വാജ്പേയി മുതൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിലെത്തി നിൽക്കുമ്പോൾ സിയോണിസത്തിനുള്ള ഐഡിയോളജിക്കൽ പിന്തുണയായി ഇന്ത്യയുടെ സഹകരണം മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇസ്രയേൽ ഇത് സാധിച്ചെടുക്കുന്നത്? ആയുധത്തിൻ്റെ വിപണി. ആയുധത്തിൻ്റെ വിപണി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആയുധത്തിൻ്റെ വിപണി ഉണ്ടാകണമെങ്കിൽ, ഈ അടുത്തൊരു സിനിമ ഉണ്ടായിരുന്നു, പെരുമാനി എന്ന് പറയുന്ന സിനിമ. അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ചായക്കച്ചവടക്കാരൻ, ഇയാളുടെ കടയിൽ ആരും ചായ കുടിക്കാൻ വരുന്നില്ല. അപ്പൊ ചായ കുടിക്കണമെങ്കിൽ എന്ത് വേണം? ആളുകൾ അങ്ങാടിയിലേക്ക് വരണം. ആളുകൾ അങ്ങാടിയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? കുറച്ച് കുശുമ്പും പരദൂഷണവും പറയാനുള്ള ഒരു വിഷയം ഉണ്ടാകണം. എന്നതുപോലെ ലോകത്ത് യുദ്ധമുണ്ടാകണം. അപ്പോഴാണ് ആയുധത്തിൻ്റെ വിപണി ഉണ്ടാവുക. ആ വിപണിയിൽ ഏറ്റവും നല്ല ആയുധങ്ങൾ എവിടെ കിട്ടും? നിങ്ങൾക്ക് വേറെ വല്ല വസ്തുവുമാണെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം, വസ്ത്രമാണെങ്കിലും ഒന്ന് ഇട്ടു നോക്കാം. ആയുധം, അതിൻ്റെ ശേഷി ഞങ്ങളെങ്ങനെ അളക്കും?
ഇതാ ഞങ്ങൾ ഒരു ജനതയ്ക്ക് മുകളിൽ നിരന്തരമായി ആയുധം പരിശീലിപ്പിക്കുകയും ഏറ്റവും മികച്ച ആയുധങ്ങളാണ് അവയെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് ഫലസ്തീനിനെ ഒരു ലബോറട്ടറിയാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു വാണിജ്യ സംവിധാനം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അഥവാ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ജനതയെ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് നിർബന്ധിതമായി പാർപ്പിക്കുകയും അവിടെ മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യുകയും ആ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ നിരന്തരമായി കൊന്നൊടുക്കാനുള്ള വാണിജ്യ ആയുധ ശൃംഖലകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ലോകം കണ്ട നെറികേടിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഫലസ്തീനിൻ്റെ മാത്രം ശത്രുവല്ല ഇസ്രായേൽ. ലോകത്ത് നിരന്തരമായ രാഷ്ട്രീയ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാമ്രാജ്യത്വത്തിൻ്റെ ഗുണ്ടാപ്പണിയെടുക്കുന്ന ഒന്നുകൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് സയണിസ്റ്റുകളുടെ വാദം? ഞങ്ങൾ 3000 കൊല്ലം മുമ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അത് തിരിച്ചു തരണം. മഹാനായ ഷഹീദ് മാൽക്കം എക്സ് പറഞ്ഞ ചരിത്രപരമായൊരു വാക്യമുണ്ട്. നിങ്ങൾ 3000 കൊല്ലം ഒന്നും തിരികെ പോണ്ട, 1000 കൊല്ലം പോലും പോകണ്ട. ഇന്നത്തെ സ്പെയിനിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? യൂറോപ്പിന്റെ ഹിപ്പോക്രസി അതാണ്. അറബ് ലോകത്ത് ഇതിനെ സ്ഥാപിച്ചെടുക്കുകയും നിരന്തരമായ മിഡിൽ ഈസ്റ്റിനെ ഛിദ്രതയുണ്ടാക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ലോകത്ത് ആരാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് രാഷ്ട്രങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഹാരികളുണ്ട്, പ്രഭാഷകരുണ്ട്. ഒരുപോലെ ഇത്ര പ്രഭാഷകരുള്ള വേറെ ഒരു സമുദായം പോലും ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ എന്തുകൊണ്ട് ഫലസ്തീനിന് വേണ്ടി രാഷ്ട്രങ്ങൾ അനങ്ങുകയോ പണ്ഡിതന്മാർ നാക്കനക്കുകയോ ചെയ്യുന്നില്ല? ഇതൊരു നിർണായകമായ ചോദ്യമാണ്. അത് കേവലമായിട്ടുള്ള ഭീരുത്വമല്ല, അതൊരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ആണ്, ഒരാദർശപരമായ പ്രതിസന്ധി. ദീനുൽ ഇസ്ലാമിനെ സ്വകാര്യതയിലേക്കും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചിഹ്നങ്ങളിൽ നിന്നും അതിനെ കേവല ചിഹ്നങ്ങളിലേക്ക് മാറ്റി അതിൻ്റെ ലോകനിർമ്മിതിയുടെ അജണ്ടയെ ഷണ്ഡീകരിച്ചു നിർത്തിയ ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ്. അതുകൊണ്ടാണ് ലോകത്ത് ഫലസ്തീനിനെതിരെ രാജ്യങ്ങൾ ഈജിപ്ത് പൊട്ടത്തോക്കുമായി സൈനികരെ പറഞ്ഞയച്ചപ്പോൾ നിറനെഞ്ചുമായി നെഞ്ചു വിരിച്ചുകൊണ്ട് തങ്ങളുടെ അനുയായികളെ പറഞ്ഞയച്ച ലോകത്തൊരു നേതാവുണ്ടായിരുന്നു, മഹാനായ ഹസനുൽ ബന്ന ഷഹീദ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു? ലോകത്ത് മുസ്ലിങ്ങളുടെ പ്രതിസന്ധി അഖീദയുടെ പ്രശ്നമല്ല. ലോകത്ത് മുസ്ലിങ്ങളുടെ പ്രശ്നം അത് ഫിഖ്ഹിലെ തർക്കങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങളുടെ അടിവേരറുക്കുന്ന രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവിന് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. ഷരീഫ് ഹുസൈൻ ലോകത്തെന്ത് ചെയ്തു? രാജാക്കന്മാരും അവരുടെ കിങ്കരന്മാരും എന്ത് ചെയ്തു എന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് ആത്മപരിശോധനാപൂർവം സഞ്ചരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈജിപ്താണ് അതിൻ്റെ ഒരു അതിർത്തി. ഗസയിലെ കുഞ്ഞുമക്കൾ പട്ടിണി കൊണ്ട് അവരുടെ നെഞ്ചുന്തി കണ്ണ് തുറിച്ചു വന്ന് അവർ പട്ടിണി പേക്കോലങ്ങളായി ആ ഗസയുടെ മണ്ണിൽ മരിച്ചു വീഴുമ്പോ റഫ എന്ന അതിർത്തി മിസ്റിൻ്റെതാണ്. എന്തേ തുറന്നു കൊടുക്കുന്നില്ല? അവിടെ തുറന്നു കൊടുത്തൊരു നേതാവുണ്ടായിരുന്നു, മഹാനായ ഷഹീദ് മുഹമ്മദ് മുർസി. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ നിങ്ങൾക്ക് തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ വിളിക്കാം, പക്ഷെ റഫയുടെ അതിർത്തി തുറന്നു കൊടുത്ത ചരിത്രത്തിൽ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് മുർസി, അദ്ദേഹത്തെ അമേരിക്കയും യൂറോപ്പും ചേർന്ന് അവിടെ അട്ടിമറി ഉണ്ടാക്കി പുറത്താക്കി. പകരം കൊണ്ടുവരുന്ന പാവകളെ, പാവക്കഴുതകളെ അവർ സൽക്കരിക്കുന്നു, വിരുന്നൂട്ടുന്നു. എന്താണ് വ്യത്യാസം? നമ്മൾ ആലോചിക്കുക.
ഈ വ്യത്യാസങ്ങളെ ആത്മപരിശോധനാപൂർവം തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫലസ്തീനിൽ എന്തുണ്ട് പാഠം എന്ന് ചോദിക്കാൻ SIO ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖത്തറിൽ ഒരു പണ്ഡിത വൃദ്ധനുണ്ടായിരുന്നു. മുഖം തെളിമയുള്ള, പ്രകാശം കണക്കെ ജ്വലിക്കുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ യൂസുഫ് അൽ ഖർളാവി റഹിമഹുല്ല. ഗസയിൽ ഒരു ബോംബ് വീഴുമ്പോൾ ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന് ഒരു നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന, മിസ്രിൽ നിന്ന് നാടുകടത്തിയ ഒരു പണ്ഡിതൻ, എന്തേ അദ്ദേഹത്തെ പോലെയുള്ള ഉലമ പിന്നീട് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതാണ് ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ച ആദർശം എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പുതിയൊരു ഒരു തിയോളജി കൊണ്ടുവന്നവരല്ല, ഒരു അഖീദ കൊണ്ടുവന്നവരല്ല. അവർ ലോകത്തിന്റെ മർമ്മത്തിലുള്ള പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയും ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടുകയും ചെയ്തവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1967 അമേരിക്ക ഇസ്രയേലിനെ കൂടുതലായി പിന്തുണക്കുന്നു. സൗദി, നിങ്ങൾക്കറിയാം, ഒരു സൗദി രാജാവ് കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള കഥകൾ അതൊരു കരാറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ചില അറബ് രാജാക്കന്മാർ വധിക്കപ്പെട്ടതിൻ്റെ കഥകൾ ഡോളർ എക്കോണമിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചതായിരുന്നു. ആരാണിത് ചെയ്യുന്നത്? ചില ആളുകളുണ്ട്, അവർ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിയിട്ട് പറയും അവിടെ ജനാധിപത്യം ഇല്ല. കാരണം എന്താ? അവിടെയുള്ള ആളുകൾക്ക് ജനാധിപത്യ സ്വഭാവമല്ലേ, അവർ 6-ാം നൂറ്റാണ്ടിലാണ്. അത് കാപട്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഡെമോക്രസി ഇല്ലാത്തത് അറബികൾക്ക് ജനാധിപത്യ സ്വഭാവമില്ലാത്തത് കൊണ്ടല്ല, അമേരിക്കയും ഇസ്രയേലും നിരന്തരമായി അവിടെ പണിയെടുക്കുകയും അവിടുത്തെ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പിന്നീടാണ് നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഫലസ്തീനിന് വേണ്ടി ഉണ്ടായി. അങ്ങനെയാണ് ഓസ്ലോ അക്കോർഡ് ഉണ്ടാകുന്നത്. മഹാനായ യാസർ അറഫാത്ത് അതിൽ ഒപ്പുവെച്ചു, അല്ലെങ്കിൽ ഒപ്പുവെക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തലാലസത് പറയുന്ന ഒരു സംഗതിയുണ്ട്. BDS മൂവ്മെന്റിനെ പരിഹസിച്ചുകൊണ്ട് പലരും പറയാറുണ്ട്, BDS എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക, ഇസ്രായേലിൻ്റെ ആളുകളെ ബഹിഷ്കരിക്കുക. കേരളത്തിൽ കോഴിക്കോട് SIO സുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ സ്ഥാപനം ബഹിഷ്കരിക്കുകയും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുകയും ചെയ്ത സമയത്ത് കേരളത്തിലെ ചില ഒരു BJP-കാരൻ ഉടമസ്ഥനായിട്ടുള്ള ചാനൽ പറഞ്ഞു, അയ്യോ നിങ്ങൾ അവിവേകം കാണിക്കുന്നു, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ലേ. സാക്ഷാൽ ഗാന്ധിയും ഉമർ ഖാദിയും കാണിച്ചു തന്ന രാഷ്ട്രീയ മാതൃക പിന്തുടരാൻ ഞങ്ങൾക്ക് ആ BJP-കാരൻ്റെ ചാനലിൻ്റെ ഉപദേശം വേണ്ട എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ BDS-നെ കുറിച്ച് തലാലസത് പറയുന്നത്, ചിലർ പറയും നമുക്ക് ബഹിഷ്കരിക്കണോ, സംസാരിച്ചാൽ പോരെ. സംസാരിക്കാൻ ഇത് ഒരു കല്യാണം അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവുന്ന കേസല്ല. തലാലസത് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കാൻ നിന്നാൽ ആ ഗ്യാപ്പിൽ ഇസ്രയേൽ അതിൻ്റെ ബൗണ്ടറി വികസിപ്പിക്കും. അതാണ് ചരിത്രം. ഓസ്ലോ അക്കോർഡിൽ അതാണ് സംഭവിച്ചത്. ഓസ്ലോ അക്കോർഡ് നിലവിൽ വന്നതോടുകൂടി കൂടുതലായ സൈനികവും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് ഇസ്രയേൽ കടന്നു വന്നു. ഗസയും വെസ്റ്റ് ബാങ്കും പൂർണ്ണമായും അവരുടെ കീഴിലായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ജനത, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു ജനത. ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം, ഒരു ഇസ്രയേലി, ഒരു ജൂയിഷ് ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടർ ഒരിക്കൽ എഴുതി, ഹോളോകോസ്റ്റിൻ്റെ, യൂറോപ്പിലെ ഫാഷിസത്തിൻ്റെ ഏറ്റവും കിരാതമായ ക്രൂരത അനുഭവിച്ച ജൂത ജനത ഹോളോകോസ്റ്റിൻ്റെ അവിടെ നിന്ന് അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി. ഫലസ്തീനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ആ സിനിമാ സംവിധായിക പറയുകയാണ്, എൻ്റെ അമ്മയെ ഫലസ്തീനിലെ ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. ഞങ്ങളെ കയറ്റി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആ വീടിൻ്റെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ മുൻപ് താമസിച്ചിരുന്ന അറബ് മുസ്ലിം കുടുംബം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ബാക്കിയായത് ഞാൻ കണ്ടു.
അഥവാ സ്വന്തം വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ജനതയെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ടാണ് ജൂതരവിടെ കുടിയേറ്റി പാർപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. ആ ജനത നിരന്തരമായി പൊരുതി. ഇന്തിഫാദകൾ നിരന്തരമായി അവർ നിർവഹിച്ചു. ലോകത്ത് 2000 പിറക്കുന്നത്, പുതിയ നൂറ്റാണ്ട് പിറക്കുന്നത് ഇന്തിഫാദ എന്ന ലോകത്തെ മാസ്മരികമായ പ്രതിരോധം കണ്ടുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിങ്ങനെ പ്രതിരോധിച്ച, ലോകത്തിങ്ങനെ തങ്ങളുടെ സാക്ഷ്യം നിർവഹിച്ച ഒരു ജനതയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് മുസ്ലിം ലോകം ഈ അജണ്ടയിൽ നിന്ന് പിന്നോട്ട് പോയത്. അതിലേറ്റവും സുപ്രധാനമായ സംഭവമാണ് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. അതിനുശേഷം അമേരിക്ക എടുത്തൊരു തീരുമാനമുണ്ട്. ഇസ്ലാമിനെ വർഗീകരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയും ചില ഇസ്ലാമിനെ മാത്രം പുകഴ്ത്തുകയും ചില ഇസ്ലാമിനെ എല്ലാ തരത്തിലും ബാൻ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ അവർ ക്ലാസിഫൈ ചെയ്തുണ്ടാക്കിയ ഒന്നാണ് സൂഫി ഇസ്ലാം. ഞാൻ പറയുന്നത് നമ്മുടെ തസവുഫിനെ കുറിച്ചല്ല. ദീനുൽ ഇസ്ലാമിലെ തസവുഫ് ഇവർ പറയുന്ന സൂഫി ഇസ്ലാം അല്ല. പക്ഷെ സൂഫി ഇസ്ലാമെന്നും കൾച്ചറൽ ഇസ്ലാമെന്നും സലഫി ഇസ്ലാമെന്നും ഇസ്ലാമിസ്റ്റ് ഇസ്ലാമെന്നും വെവ്വേറെ വ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാട് ലോകത്ത് അമേരിക്ക ആരംഭിച്ചു. അങ്ങനെയാണ് ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുസ്ലിം മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ശൈത്താനുൽ കബീർ, ഏറ്റവും ഭീകരനായ പിശാച്ചാണെങ്കിൽ ഇന്നങ്ങനെ നമ്മൾ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ കേൾക്കാത്തത് അതൊരു സെക്യൂരിറ്റൈസേഷന് വിധേയമായി എന്നതിൻ്റെ കാരണം കൊണ്ടാണ്. അമേരിക്കയിലെ പണ്ഡിതനായിരുന്ന ഹംസ യൂസുഫ്, അദ്ദേഹം 90കളിൽ പ്രസംഗിച്ചത് അമേരിക്ക ഏറ്റവും പൈശാചികമായ ഈവിളാണെന്നാണ്. ഇന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് അമേരിക്ക ഒരു സമാധാനത്തിൻ്റെ വാഹകരാണ് എന്നാണ്. എന്താണ് ഈ മാറ്റം? അത് അമേരിക്ക ആധിപത്യം കൊടുക്കുകയും അറബ് രാഷ്ട്രങ്ങൾ സൽക്കരിച്ചിരുത്തുകയും അവർ ആശീർവാദത്തോടു കൂടി നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഇസ്ലാമിൻ്റെ വ്യാഖ്യാനത്തെയാണ് ഇന്ന് ലോകത്ത് പ്രോത്സാഹിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിൻ്റെ, രാഷ്ട്രീയ വികാസത്തിൻ്റെ, നീതിയുടെ, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഇസ്ലാമിക ചോദ്യങ്ങളെ മറച്ചിടുകയും ചെയ്യുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമോഫോബിയ കൂടുതൽ വികസിപ്പിക്കുന്നതും വലുതാക്കുന്നതും എന്ന് കാണണം. അഥവാ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനെ എതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ? കണ്ടം ഹമാസ്. നിങ്ങൾ ഹമാസിനെ അപലപിക്കൂ, എന്നിട്ട് നിങ്ങൾ ഫലസ്തീനെ കുറിച്ച് സംസാരിച്ചോ? നിങ്ങൾ ഫലസ്തീനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് കരഞ്ഞോ? നിങ്ങളുടെ ഭക്ഷണം കിട്ടാത്തതിനെ കുറിച്ച് സഹതപിച്ചോ? പക്ഷെ നിങ്ങൾ ഹമാസിനെ അപലപിക്കണം. എന്താ ഹമാസ് ചെയ്ത തെറ്റ്? ഒരു പ്രതിരോധം നടത്തി. ഇരകൾക്ക് വേണ്ടി സഹതപിക്കുന്നത് ഇവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവർ ഇരയുടെ പൊസിഷനിൽ നിന്ന് വന്ന് പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവർക്ക് പ്രശ്നമാകുന്നു. ആ പ്രതിരോധം ആവിഷ്കരിക്കുന്ന ഇസ്ലാമിൻ്റെ വ്യാഖ്യാന പരിസരം ഇവർക്കതിലും മലോസരം ഉണ്ടാക്കുന്നു. അതാണ് കഴിഞ്ഞ 100 വർഷം ഖിലാഫത്തിൻ്റെ തകർക്ക് ശേഷം മുസ്ലിം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ചരിത്രം? ഞാനും നിങ്ങളും നേരിട്ട് കാണുന്ന ഈ ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ ഐഡിയോളജിക്കലായ അവസ്ഥാന്തരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളുടെ ബൗദ്ധികമായ ധർമ്മം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ലോകത്ത് ഇസ്ലാമോഫോബിയയെ വളരെ ശക്തിപ്പെടുത്തുകയും ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുള്ള, നീതിക്ക് വേണ്ടി ഇസ്ലാമിക പരിസരത്ത് നിന്ന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നത് അമേരിക്കൻ എംപയർ ചെയ്ത നൂറ്റാണ്ടിൻ്റെ ചതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വരുന്നത് ചുള്ളിപ്പാറ എന്നെൻ്റെ സ്ഥലം ചെമ്മാടിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു സുന്നി സ്ഥാപനമുണ്ട്, ദാറുൽ ഹുദ. അതിനെതിരെ
CPM-കാർ പ്രകടനം നടത്തി. CPM-കാർ പ്രകടനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഇവിടെ താലിബാനിസം പഠിപ്പിക്കുന്നു എന്നാണ്. താലിബാനിസം ഏത്? ഞാൻ പറയുന്നത് അതിൻ്റെ കുറച്ചിപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പള്ളിയുണ്ട്, അവിടേക്കല്ല പ്രകടനം. അതിൻ്റെ മുമ്പിലൂടെ ചെന്ന് ദാറുൽ ഹുദയുടെ മുമ്പിലാണ്. എവിടെ നിന്നാണ് ആ CPM-കാരെന്ത് കിട്ടിയത്? അയാൾക്ക് വഹി ഇറങ്ങിയതല്ല എന്ന് ഉറപ്പാണ്, കാരണം അയാൾ CPM-കാരൻ കൂടിയാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇത് ഗ്ലോബലി മുസ്ലിം ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള എതിരെയുള്ള ലോകത്ത് നടക്കുന്ന ഒരാരോപണം, നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരാരോപണം, ദയൂബന്ദിനും നദുവക്കുമെതിരെയുള്ള ആരോപണം. അത് റീറ്റെയിലായി നമ്മുടെ ഗ്രാമങ്ങളിൽ വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇസ്ലാമോഫോബിയ. ഒരു പ്രകടനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരം വിഭാഗത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് നടന്നു. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമല്ല. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണെങ്കിൽ മാർച്ച് നടത്താമെന്നല്ല. നമ്മളാണല്ലോ ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും എസൻഷ്യൽ ശരീരങ്ങൾ. എന്നാൽ അതുകൊണ്ട് നമുക്കൊന്ന് ക്ഷമിക്കാമെന്ന് വെക്കാം. പക്ഷെ നമ്മുടെ മേഖലയിലേക്കല്ല, കാന്തപുരം വിഭാഗത്തിലേക്ക്. എന്താണ് അവർ ചെയ്തത് കുറ്റം? ഒരു ടീച്ചർ പറഞ്ഞു ഓണം ഹൈന്ദവ സമൂഹത്തിൻ്റെ ആഘോഷമാണ്. എന്താ തെറ്റ്? നിങ്ങളറിയണം, ഈ നാട്ടിൽ ഓണത്തിന് നിരാഹാരം കിടന്ന ദളിത് ചിന്തകന്മാരുണ്ടായിട്ടുണ്ട്. ഓണത്തിന് മത്സ്യം കഴിക്കുന്ന, കൂരക്കറി കഴിച്ചിരുന്നു, ഞങ്ങളുടെ ഓണം അതാണ് എന്ന് പറയുന്ന ഓണത്തെക്കുറിച്ച് സംവാദങ്ങളുണ്ട്. പിന്നെ ഒരു സാധു ടീച്ചർ, തുച്ഛമായ വേതനത്തിന് ഒരു സ്കൂളിൽ പണിയെടുക്കുന്ന ടീച്ചർ പറഞ്ഞതിനെ ഇത്ര പ്രശ്നമാക്കണോ എന്നല്ല. പ്രശ്നമാക്കുന്നതിൻ്റെ ചേതോവികാരം എന്താണ്? ഓണം ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, അതിൻ്റെ വ്യത്യസ്ത ചരിത്രങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരും ചെയ്യാം. പക്ഷെ ഒരു മുസ്ലിം ടീച്ചർ അതിനെ ആഘോഷിക്കണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ലേ? ഞാൻ അവരുടെ നിലപാട് തെറ്റോ ശരിയോ എന്നല്ല പറയുന്നത്, പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ അവർ വർഗീയവാദിയാകുന്നത് എങ്ങനെ? ഇതും ഫലസ്തീനും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയമാണ് മുസ്ലിം ചോദ്യങ്ങളെ നിരന്തരമായി ഇല്ലാതാക്കുന്നത്, നിരന്തരമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വികേന്ദ്രീകൃതമായ രൂപങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SFI എന്ന് പറയുന്ന സംഘടന MSF എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കെതിരെ ആരോപണം നടത്തി. നമുക്ക് MSF-നോട് നമ്മുടേതായ വിയോജിപ്പുണ്ട്, SFI-യോടും വിയോജിപ്പുണ്ട്. പക്ഷേ അവർ പറയുന്നത് MSF മതം പ്രചരിപ്പിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് നിങ്ങൾ എടുക്കുക. ആദ്യ പഴയ മുസ്ലിം ലീഗിനെ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ വാദത്തിൽ പിന്തുണച്ചവര് ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പിന്തുണക്കാനുള്ള കാരണം എന്താണ്? മതം പറയുന്നു എന്നതല്ല, ഇത് ദേശീയതയുടെ പ്രശ്നമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പറയുന്നത് മതമല്ല, സമുദായമാണ്, കമ്മ്യൂണിറ്റിയാണ്, മൈനോറിറ്റിയാണ്. ഇത് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തിരിച്ചറിയാത്തത് എന്താണ്? ഹിന്ദുത്വ ലോജിക്കിലാണ് CPM-കാരൻ ചിന്തിക്കുന്നത് എന്നാണ്. ഈ ലോജിക്ക് വരികയും മുസ്ലിം മൈനോറിറ്റിയുടെ ക്വസ്റ്റ്യനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതോടുകൂടി ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിലും ശക്തിപ്പെടുന്നു. ഈ ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് ഫലസ്തീൻ എന്ന ചോദ്യം നിങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും രൂക്ഷമായ പരിഹാസങ്ങളും അവഹേളനങ്ങളും ബഹിഷ്കരണങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലും ഉയർന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നേരത്തെ ഒരു വിവാദം നടക്കുകയും പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടൊരു വിവാദം നടക്കുകയും ഷാഫി പറമ്പിലിനെ പിന്നെ തടയുകയും അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം നടക്കുന്ന സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തൊപ്പി ധരിച്ച ഒരു സാധു കാക്ക, വടകരയിലുള്ള ഒരു കാക്ക, ഒരു സഹോദരൻ, അയാളും താലിബാനിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഏറ്റവും മൃഗീയമായ, കിരാതമായ, ക്രൂരമായി എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വളരെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. അത് മനസ്സിലാകുമ്പോൾ കൂടിയാണ്
ഫലസ്തീനിൻ്റെ കോസിനെ നമുക്ക് മനസ്സിലാവുക. കാരണം ഇതൊരു ഗ്ലോബൽ പ്രോജക്റ്റാണ്, ഒരാഗോള പദ്ധതിയാണ്. അമേരിക്ക നേതൃത്വം നൽകുകയും ഇസ്രയേൽ നേതൃത്വം നൽകുകയും ലോകത്ത് ഇസ്ലാമിക പരിസരത്ത് നിന്ന് നീതിയുടെ ചോദ്യങ്ങളെ നിഷ്കാസിതമാക്കുകയും ചെയ്യുന്ന ഈ പദ്ധതിക്കെതിരെയുള്ള രാഷ്ട്രീയ ബോധ്യം ആർജിക്കലാണ് ഫലസ്തീനിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം. SIOവിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ഈ ജനതയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് തോറ്റുപോകാനുള്ള സമരമല്ല. ഏതുപോലെ ബദർ പോലെ അത് തോറ്റുപോകാനുള്ള സമരമല്ല. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ആ ഫറോവയുടെ മുമ്പിൽ ചെങ്കടൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് ഇനിയും യഹ്യാ സിൻവാറുമാർ ഉയർന്നു വരും. അത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്, അത് അല്ലാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് മനസ്സിലാകാത്ത, ഇസ്രയേലിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഗൈബിലുള്ള വിശ്വാസമാണ്, അദൃശ്യമായ വിശ്വാസം. അതുകൊണ്ടാണ് ഫലസ്തീനിലെ പോരാളികൾ അവരുടെ പോരാട്ടത്തിന് തൂഫാനെന്നും ഫുർഖാനെന്നും സിജ്ജീലെന്നും നാമകരണം ചെയ്യുന്നത് ഗൈബിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഞങ്ങളുടെ യുദ്ധത്തിന്റെ നടുമുറ്റത്തേക്ക് ആകാശത്തു നിന്ന് മലായിക്കത്ത് പറന്നുറങ്ങുമെന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരാണ് ഫലസ്തീനിലെ സുമൂത്ത് എക്സിസ്റ്റൻസും റെസിസ്റ്റൻസും സാധ്യമാക്കുന്നത്. നമ്മൾ അറിയണം, അത് ലോകത്ത് തീർന്നു പോകാനുള്ള സംഗതിയല്ല. ലോകത്തിന്റെ ചരിത്രം അവിടെ അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതിനപ്പുറത്തും പ്രഭാതങ്ങൾ ബാക്കിയുണ്ടാകും. കാരണം ഷഹീദ് സയ്യിദ് ഖുതുബ് പറഞ്ഞതുപോലെ ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. നിങ്ങൾക്ക് വിചാരിക്കാം ഫലസ്തീൻ തീരും, അധർമ്മം ജയിക്കും, അനീതി വാഴും, ലോകം ഇരുട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ നിങ്ങൾ അറിയണം, അത് വാഴാൻ പോകുന്ന മണ്ണ് അത് അല്ലാഹുവിൻ്റെതാണ്. അവിടെ പുലരാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ നീതിയുടെ സാക്ഷ്യം മാത്രമാണ്. ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനം. അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ SIO പറയുക അത് യഹ്യാ സിൻവാറാണ്. തടവറയിൽ കിടന്നുകൊണ്ട് ശത്രുവിൻ്റെ ഭാഷ, ഹീബ്രു ഭാഷ പഠിക്കുന്ന യഹ്യാ സിൻവാർ, ആ യഹ്യാ സിൻവാർ ടണലിൽ എവിടെയോ മരിച്ചു കിടക്കുന്നു എന്ന് IDF പ്രചരിപ്പിച്ചു. യഹ്യാ സിൻവാർ ഗസയിൽ നിന്ന് നാടുവിട്ട് എവിടെയോ പോയി സുഖവാസം നയിക്കുന്നു എന്ന് IDFും അവരുടെ കിങ്കരന്മാരും അവിടെ പലവരും നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രചരിപ്പിച്ചു. പക്ഷെ ഒരു വീഡിയോ വന്നു, യഹ്യാ സിൻവാർ കവിത ചൊല്ലുന്നു. മരണത്തിന്റെ സന്ദർഭത്തിൽ 76 മണിക്കൂർ പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ കവിത ചൊല്ലിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ബദറിൽ നിന്നുള്ള ഊർജമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സുമൂദിനെ, ആ റെസിസ്റ്റൻസിനെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്നും ഇസ്രയേലിൻ്റെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രത്തിൻ്റെ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് സയ്യിദ് ശുഹദ ഇസ്മായിൽ ഹനിയ? അദ്ദേഹം അവസാനം തെഹ്റാനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ചൊരു ഗ്രന്ഥമുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ കലാം, പരിശുദ്ധ ഖുർആൻ. ഹാഫിളായ മനുഷ്യൻ, നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കണ്ടപ്പോൾ ഞാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഓർത്തുപോയി. എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്? പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതിനിടെ കുത്തേറ്റുകൊണ്ടാണ്. എവിടെയാണ്? മദീനയിലാണ്. മദീന എന്താണ്? ഇസ്ലാമിക സാമ്രാജ്യത്വത്തിൻ്റെ ആസ്ഥാനമാണ്. തെഹ്റാനിലെ സുരക്ഷാ വീഴ്ചയുണ്ടാകാം, പക്ഷേ അള്ളാഹുവിന് ഇസ്മായിൽ ഹനിയെ തന്നിലേക്ക് വിളിച്ചു വരുത്താൻ ഷഹാദത്തല്ലാത്ത മറ്റൊരു വഴിയില്ല എന്നതിൻ്റെ സാക്ഷ്യം കൂടിയാണ് ആ സുരക്ഷാ കവചങ്ങൾക്കകത്തുകൊണ്ട് ഷഹീദ് ഇസ്മായിൽ ഹനിയ ഷഹാദത്ത് വരിക്കുന്നത്. അത് IDFിൻ്റെ വിജയമല്ല, അത് സയ്യിദ് ശുഹദ ഹനിയയുടെ വിജയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിൽ ഒരു പരിപാടി നടന്നു. മദ്രസ യൂസുഫിയയിൽ പഠിച്ച ഹാഫിദുകൾക്കുള്ള ആദരം. ഏതാണ് ഈ മദ്രസ യൂസുഫിയ? അത് ഒരു വലിയ കെട്ടിടം അതിനില്ല. അതിന് വലിയ വലിയ കെട്ടിടങ്ങളുടെയും ബിൽഡിങ്ങുകളുടെയും സ്ഥാപനങ്ങളുടെയും അകമ്പടി അതിനില്ല. മദ്രസ യൂസുഫിയയിൽ പഠിച്ചിരുന്നവർ
ഒരുമിച്ച് വന്ന് അവരുടെ ഖത്തമുൽ ഖുർആൻ ആഘോഷിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. എവിടെയാണ് ഈ മദ്രസ യൂസുഫിയ? ഇസ്രായേലിൻ്റെ തടവറക്കകത്ത് പിടിച്ചുകൊണ്ടുപോയ അവരുടെ പോരാളികൾ അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഫലസ്തീനിൽ തിരിച്ചെത്തിയപ്പോൾ ഖത്മുൽ ഖുർആൻ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ പേരാണ് ഫിലസ്തീനികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ജനതയെ നിങ്ങൾക്ക് ആയുധം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ ഇത്രയും നേരം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ലോകം കണ്ട ആയുധ വ്യാപാരികളുടെ കൊലകൊമ്പന്മാർക്കെതിരായ ശക്തമായ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ഫലസ്തീൻ പരാജയപ്പെടുന്നില്ല, പരാജയപ്പെടുന്നത് നമ്മളാണ്, പരാജയപ്പെടുന്നത് ആഗോള സമൂഹമാണ്. ഈ മോഡേൺ ലോകത്ത് പ്രോഗ്രസ് ബാധിച്ചു, സയൻസിലൂടെ ലോകം ഉന്നതിയിലെത്തി എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യരെ കൊന്നുതള്ളുന്ന ടെക്നോളജിയെ കാണാത്തത്? ആരാണ് ഈ ലോകത്ത് ഇത്ര വലിയ നാശം വിതച്ചത്, ഇത്ര വലിയ മാരകമായ നാശം വിതച്ചത്? നിങ്ങൾ ഈ ആഘോഷിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ? അതിലാണ് മനുഷ്യന്റെ സർവവും എന്ന് വിചാരിക്കുന്നവർ എന്തുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? ഈ നാട്ടിലടക്കം CCTV ക്യാമറ, സർവൈലൻസ് ക്യാമറകൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഇസ്രായേലാണ്. ഫലസ്തീനികളെ നിരീക്ഷിച്ച് ക്യാമറ വെച്ചാൽ ഫലസ്തീനിയുടെ വീടിൻ്റെ അടുക്കളയിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്ന ക്യാമറകൾ വെച്ച് ലോകത്തിനവർ കാണിച്ചു കൊടുക്കുന്നു. ഏറ്റവും നല്ല സർവൈലൻസ് സിസ്റ്റം ഞങ്ങളുടേതാണ്. ലോകത്ത് ഏറ്റവും വലിയ ടെക്നോളജി ഞങ്ങളുടേതാണ്. കാരണം ഞങ്ങൾ ഫലസ്തീനികളുടെ ശരീരത്തിന് മുകളിൽ, ഫലസ്തീനികളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ അത് പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വാങ്ങൂ എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എവിടെയാണ് മനുഷ്യ സമൂഹത്തിന് പുരോഗതി എന്ന് അതിനാഘോഷിക്കുന്നവർ പറയേണ്ടതാണ്. അതിലല്ല പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ ആദരിക്കാൻ കഴിയുന്ന ഒരാദർശത്തിൽ മാത്രമാണ്. അത് സയോണിസത്തിനില്ല. അതൊരു മോഡേൺ ആയിട്ടുള്ള ആധുനികമായ വംശീയ പദ്ധതിയാണ്. നിങ്ങൾ ആലോചിക്കണം, അമേരിക്ക ലോകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള തോന്നിവാസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവമഞ്ചങ്ങളാണ് അമേരിക്ക എന്ന സാമ്രാജ്യം ഈ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. അതാണോ ആധുനിക ലോകമുണ്ടാക്കിയ സംഭാവന? അതാണോ ശാസ്ത്ര പുരോഗതി ഉണ്ടാക്കിയ സംഭാവന? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ ഈ ലോകഘടനയ്ക്കെതിരെ ഉയരണം, വംശീയതയുടെ ഘടനകൾക്കെതിരെ ശക്തമാകണം. അതുകൊണ്ടാണ് SIO ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. SIO വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ഈ ഫലസ്തീനിൻ്റെ മുമ്പിൽ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഫലസ്തീനിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്ത് വംശഹത്യക്ക് പ്രേരണയാകുമ്പോൾ എങ്ങനെയാണ് നീതിയുടെ ഒരു ലോകത്തെ പണിതെടുക്കുക എന്ന് നിങ്ങൾ ആലോചിക്കണം. ലോകത്ത് ഇവിടെ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ SIO പറയുന്നു, വംശീയത തിടം വെച്ച് വളരുന്ന മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊന്ന് ആർഭാടമാക്കുന്ന, ആഘോഷിക്കുന്ന ഈ ലോകഘടനയുടെ മുമ്പിൽ നിങ്ങളുടെ വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, ചിന്ത കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? സഹതാപങ്ങളല്ല, മൽ അമലു ബിഹാ, നിങ്ങൾക്കുള്ള അമല് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് നിർവഹിച്ചു എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അമൽ പ്രധാനമാകുന്ന ലോകത്ത് ചിന്ത കൊണ്ടും അറിവ് കൊണ്ടും നിങ്ങളുടെ ആയുസ് കൊണ്ടും നിങ്ങൾ എന്ത് നിർവഹിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അത് ഹിന്ദുത്വ വംശീയതക്കെതിരെയായാലും, സിയോണിസ്റ്റ് വംശീയതക്കെതിരെയായാലും, അമേരിക്കൻ സാമ്രാജ്യ ഘടനക്കെതിരെയായാലും, അതിനുവേണ്ടി പരവതാനി വിരിച്ചു കൊടുക്കുന്ന രാജാക്കന്മാർക്കും പണ്ഡിത പുരോഹിതർക്കും എതിരെയായിരുന്നെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കാനുള്ള അത്യന്തം ഗുരുതരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.